ലഹരി ഒരു സാമൂഹിക വിപത്താണ്. ആ നിലയിൽ സമൂഹം ഒറ്റക്കെട്ടായിട്ട് അണിനിരന്നാണ് അതിനെ നേരിടേണ്ടത്. അതിന് സംസ്ഥാന സർക്കാർ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ആ ക്യാമ്പയിൻ കൂടുതൽ ശക്തമായിട്ട് തുടരും. എല്ലാവരെയും അണിനിരത്തിക്കൊണ്ടുള്ള യോജിച്ച ഒരു ക്യാമ്പയിൻ ഇനിയും തുടരും. സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും, ഇതിൽ കക്ഷി രാഷ്ട്രീയ ജാതി മത വേർതിരിവൊന്നും സർക്കാർ ആഗ്രഹിക്കുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല. കേരളം ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരായിട്ട് അണിനിരക്കേണ്ടതുണ്ട്. ലഹരി മാത്രമല്ല, ലഹരിക്കെതിരായിട്ട് മാത്രം ഉണ്ടായാൽ മതിയാവില്ല. അക്രമവാസനയ്ക്കും കുറ്റവാസനയ്ക്കും എതിരായിട്ടും ഒരു ബോധനവീകരണ പ്രവർത്തനം നമുക്ക് കേരളത്തിൽ ആരംഭിക്കേണ്ടതുണ്ട്. നമ്മൾ കാണുന്നത് ലഹരിയുടെ ഭാഗമായും അല്ലാതെയും ക്രൈം വർദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കൗമാരക്കാരിലും ചെറുപ്പക്കാരിലും അത് കൂടുന്നു എന്നതാണ് ഈ സംഭവവികാസങ്ങളെല്ലാം തെളിയിക്കുന്നത്. അപ്പോൾ കുറ്റവാസന, അക്രമവാസന, ലഹരി, ഇതെല്ലാം നമ്മൾ പൊതുവായിട്ട് അഭിസംബോധന ചെയ്യേണ്ട പ്രശ്നങ്ങളാണ്. അപ്പം അതിൽ ഏറ്റവും പ്രധാനം കേരളം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക എന്നതാണ്. നിർഭാഗ്യവശാൽ അതിന് സഹായകരമായൊരു നിലപാടല്ല പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. അദ്ദേഹം കുറെ കൂടി ഉത്തരവാദിത്വത്തോടു കൂടിയിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാനിതിനെ അദ്ദേഹം ആവർത്തിച്ച് രാഷ്ട്രീയ ദുരാരോപണം ഉന്നയിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ നിർബന്ധിതമാവുകയാണ്. ഇതിനെ ഒരു രാഷ്ട്രീയ തർക്കമാക്കി മാറ്റരുതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ലഹരി മാഫിയയ്ക്കൊരു ലക്ഷ്യം എന്താ? ലഹരിയിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കലാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ലക്ഷ്യം എന്താ? ലഹരിയിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കലാണ്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ രണ്ടും തമ്മിൽ. ലഹരിയിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിരുത്തരവാദപരമായ പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൊളിറ്റിക്കൽ പാറ്റർനേജ് എന്നൊരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ടായി. അത് അദ്ദേഹം പറഞ്ഞതിൽ കുറച്ച് വസ്തുതയുണ്ട്. നിയമസഭയിൽ അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചല്ലോ. ഒരു കൊക്കൈൻ കേസിൽ, പ്രമുഖ സെലിബ്രിറ്റി ഉൾപ്പെട്ട കൊക്കൈൻ കേസിൽ പ്രതികളെ വെറുതെ വിട്ടത് പൊളിറ്റിക്കൽ പാറ്റർനേജാണ് എന്നത്. അത് അദ്ദേഹം പറഞ്ഞത് ഗൗരവമുള്ള കാര്യമാണ്. 2015 ജനുവരി 31 കേസ് പിടിച്ചത്. കുറ്റപത്രം സമർപ്പിച്ചത് 2015 ആദ്യം മാർച്ച് 28, രണ്ടാമത്തെ കുറ്റപത്രം 2016 ഫെബ്രുവരി 11. അടുത്ത കാലത്ത് കേരളത്തിൽ വിട്ടുപോയൊരു കേസ് ഇതാണ്. അതിൻ്റെ സമയക്രമമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞു എന്നുള്ളത് വ്യക്തമായില്ലേ? ആ അനുഭവം വെച്ചിട്ട് ഞങ്ങളെ വിമർശിക്കാൻ വരരുത്. ഇപ്പോൾ പൊളിറ്റിക്കൽ പാറ്റർനേജ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആ സംഭവം മുൻനിർത്തി അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞതാണ്. അന്ന് അതിൽ എറണാകുളത്ത് നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ടിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാവിൽ ഇടപെട്ടിട്ടുണ്ടോ ഇല്ലെന്ന് അദ്ദേഹം പറയട്ടെ. കുറ്റപത്രത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട്. NDPS നിയമത്തിൻ്റെ വിവിധ വകുപ്പുകൾക്ക് വിരുദ്ധമായിട്ട് കുറ്റപത്രം സമർപ്പിച്ചത് കൊണ്ടാണ് ആ കേസിലെ സെലിബ്രിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ രക്ഷപ്പെട്ടത്. അപ്പോൾ ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഞങ്ങൾക്ക് നേരെ ആരോപണമായിട്ട് വരരുത് എന്ന് പറയാൻ നിർബന്ധിതനാവുകയാണ്. ഇതത് പറയേണ്ട സന്ദർഭമാണോ വെച്ചാൽ അദ്ദേഹം ആ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നതുകൊണ്ടാണ്. ഞാൻ പറയുന്നത് ഇതിനെ ആ തരത്തിൽ രാഷ്ട്രീയ വിഷയമാക്കാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പ്രതിപക്ഷ നേതാവ് ഈ സ്വന്തം കയ്യിലെ കറ മറച്ചു വെച്ചിട്ട് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നതുകൊണ്ട് പറയാണ്. അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്. ഞാനിവിടെ ഈ കൺവിക്ഷൻ റേറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൺവിക്ഷൻ റേറ്റുള്ള കേരളത്തിലാണ് എൻഫോഴ്സ്മെന്റ് മോശം എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. തെലങ്കാനയിലെ കൺവിക്ഷൻ റേറ്റ് എത്ര? 25.4%. ഇവിടെ എത്ര? 98.19%. നമ്മൾ പിടിച്ച കേസ് എത്ര? 24,517. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും പിടിക്കുന്ന കേസിന്റെ കണക്കെത്ര പാർലമെന്റിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ വസ്തുതകളായിട്ട് കാരണം ഈ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന സമീപനം പ്രതിപക്ഷ നേതാവിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല. രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേറെ വിഷയങ്ങൾ നോക്കട്ടെ. അതിനു വേണ്ടിയിട്ട് ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള, ലഹരിക്കെതിരായിട്ട് വരേണ്ട യോജിച്ച പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന നിലപാട് അദ്ദേഹത്തിൽ നിന്നുണ്ടാവരുത്.